സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ നാം ധ്യാനിക്കണം, അതിലൊരു അഭിനിവേശം കാണിക്കണമെന്ന് പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം നമ്മോട് പങ്കുവയ്ക്കുവാൻ ബഹുമാനപ്പെട്ട ഇന്ന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് വയലിൻ അച്ഛനാണ്. ഷാലോം ടെലിവിഷൻ്റെ ചെയർമാനും സൺഡേ ഷാലോം പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററും കോഴിക്കോട് ദേവരി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളും CMAയുടെ കോഴിക്കോടിൻ്റെ പ്രൊവിൻഷ്യാളുമായിരുന്ന, ഇപ്പോൾ പേരാമ്പ്ര മദർ തെരേസ BEd കോളേജിൻ്റെ പ്രിൻസിപ്പളുമായി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വയലച്ചനാണ് നമ്മുടെ വചനം പ്രഘോഷിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും അതിലേറെ ശാലോം ടെലിവിഷനിലൂടെ നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള, പത്രത്തിലൂടെയൊക്കെ വായിച്ച അനുഭവമുള്ള ബഹുമാനപ്പെട്ട വയലച്ചനാണ് ഇന്ന് നമ്മോട് സുവിശേഷം പറയുവാൻ കടന്നു വന്നിരിക്കുന്നത്. ഏറെ ആദരവോടെ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് വചന വേദിയിലേക്ക് അച്ഛനെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. കണ്ണുകളടച്ച് നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവർ, ഒന്നുകിൽ ഈ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിവിഷൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങയുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും അങ്ങയോടുള്ള സ്നേഹം കൊണ്ടും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള തീഷ്ണത കൊണ്ടുമാണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അവർ ഇരിക്കുമ്പോൾ അവരോടൊത്ത് അങ്ങയുടെ സാന്നിധ്യവും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് രാത്രി ഞങ്ങളോട് കൂടി ആയിരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. എമാവൂസ് യാത്രയിൽ തിരുവചനങ്ങളുടെ അർത്ഥം മനസ്സിലാകാതിരുന്ന സ്ലീഹന്മാർക്ക് അവിടുന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നല്ലോ. അതുപോലത്തെ ഒരു ജ്വലനം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് കൊണ്ട് അങ്ങയുടെ വചനം ശ്രവിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സർവരുടെയും മേൽ അവിടുത്തെ കരുണയുടെ വലം കൈ നീട്ടണമേ. കർത്താവ്, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയോ ഞങ്ങളുടെ ഭവനങ്ങളെയോ വസ്തുവകളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് അവിടുത്തെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങൾ ഞങ്ങൾ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, അവിടുത്തെ കരത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല സ്വർഗവാസികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുഖ്യനായ വിശുദ്ധ മിഖായേലിൻ്റെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണവും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോടും വസ്തുവകളോടും ശലോമിനോടും കൂടി ഇവിടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കാം. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ ഒരു ദൈവവചനം നിങ്ങളോട് പറയുവാനും ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില ധ്യാന ചിന്തകളിലൂടെ കടന്നു പോകുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വചനം നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വചനമാണത്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ദൈവമാതാവ് അവിടെ സമ്മേളിച്ചിരുന്ന
വേലക്കാരോട് പറഞ്ഞ ഒരു വചനം. ആ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി, വീട്ടിൽ അസ്വസ്ഥതയുണ്ടായി, എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടുകാർ വിഷമിക്കുന്നു. മാതാവ് എന്ന് ഈശോയോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിച്ചു, സ്ത്രീയെ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, നിനക്കും എനിക്കും എന്ത്? പിന്നെ മറിയം യേശുവിനോട് ഒന്നും പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പകരം മറിയം അവിടെയുള്ള പരിചാരകരോടാണ് ഒരു വാക്ക് പറയുന്നത്, ഒരു വാചകം പറയുന്നത്. അതാണ് യോഹന്നാൻ 2:5. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്താണ്? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ആരാണ് ഈ അവൻ? യേശു. യേശു നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അതനുസരിച്ച് ആ പരിചാരകര് യേശുവിൻ്റെ അടുത്തെത്തി. മറിയത്തോട് യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ സമയമായിട്ടില്ല, നിനക്കും എനിക്കും എന്ത്? പക്ഷേ മറിയം പറഞ്ഞത് കേട്ട് പരിചാരകർ യേശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ യേശു ഒഴിവുകഴിവൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞത് 2 വാചകങ്ങളാണ്. ഒന്ന്, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. നിറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വാചകം പറഞ്ഞു, കോരി കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ചെയ്യാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളിൽ ചെയ്യാൻ എളുപ്പമുള്ള പണി ഏതാണ്, അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പണി ഏതാണ്? ബുദ്ധിമുട്ടുള്ളതെന്ന് ചോദിക്കാം. കലത്തിൽ വെള്ളം നിറയ്ക്കുന്നതാണോ ചെയ്യാൻ ബുദ്ധിമുട്ട്, അഥവാ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം കോരി കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുന്നതാണോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? കാരണം മോട്ടറില്ല, പമ്പില്ല, പൈപ്പില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്ന് കലത്തിൽ ഒഴിക്കണം. 2, അങ്ങനെ കോരി ഒഴിച്ച വെള്ളത്തിൽ അല്പം എടുത്ത് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലണം. ഇതിലേതാണ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പണി? വേഗം പറയണം. ഏതാ? വെള്ളം കോരി കലത്തിൽ നിറയ്ക്കുന്ന, അല്ലേ? അല്ല. കലത്തിൽ വെള്ളം കോരി നിറയ്ക്കാൻ കുറച്ച് ശാരീരികമായ അധ്വാനം ഉണ്ടായാൽ മതി, മനസ്സിന് സമ്മർദ്ദമൊന്നും വേണ്ട. പക്ഷെ ഇപ്പം ഞങ്ങൾ കിണറ്റിൽ നിന്ന് കോരി കലത്ത് നിറച്ച് വെള്ളത്തിൽ അല്പം കോരി ഇതാ വീഞ്ഞാന്നും പറഞ്ഞ് കലവറക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇച്ചിരി മനപ്രയാസം അനുഭവിക്കണം. അസാമാന്യമായ ഒരു ധൈര്യം വേണം. അപ്പം അതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഏതെങ്കിലുമാകട്ടെ, യേശു പറഞ്ഞതുപോലെ പരിചാരകർ ചെയ്തു. കലത്തിൽ വെള്ളം നിറച്ചു, കോരി കലവറക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും അത് വീഞ്ഞായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രി ഓർക്കേണ്ട ഒരു കാര്യം, അവൻ പറഞ്ഞ 2 കാര്യങ്ങൾ അവർ അനുസരിച്ചപ്പോൾ, കേട്ടല്ലോ, അവൻ പറഞ്ഞ 2 കാര്യങ്ങൾ അവർ അനുസരിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയും ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്തു. അത്ഭുതം നടന്ന എന്താ? വെള്ളം വീഞ്ഞായി. പ്രശ്നം തീർന്നത് ഏതാ? കല്യാണ വീട്ടിൽ വീഞ്ഞില്ല എന്ന പ്രശ്നം തീർന്നു. അപ്പൊ നോക്കിക്കേ, അവൻ പറഞ്ഞത് അവർ അനുസരിച്ചത് കൊണ്ടാണ് ഒരത്ഭുതം നടന്നത്, ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവരനുസരിച്ചത്? അവൻ വെറുതെ നുണ പറയത്തില്ല, അവൻ വെറുതെ കളിപ്പിക്കത്തില്ല, അവൻ വെറുതെ വെടുവ അടിക്കത്തില്ല. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് അവൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് ചെയ്താൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് അവർ കലത്തിൽ വെള്ളം കോരി നിറച്ചതും കോരി കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തതും പ്രശ്നം തീർന്നതും ഒക്കെ സംഭവിച്ചത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ പറയുന്നത് വിശ്വസിച്ച് അനുസരിക്കുമ്പോഴാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. ഇത് ഈ രാത്രിയിൽ നമുക്കൊന്ന് ഓർമ്മ വെക്കാം. സമാനമായ ഒരുപാട് സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ദൈവം പറയുന്നത് അനുസരിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ പ്രശ്നങ്ങൾ തീർന്നതിൻ്റെയും അത്ഭുതങ്ങൾ നടന്നതിൻ്റെയും ഉദാഹരണങ്ങളുണ്ട്. അവൻ പറഞ്ഞത് വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ
പ്രശ്നങ്ങൾ തീരാതെ കിടന്നതിൻ്റെ, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ, ദുരന്തങ്ങൾ ഉണ്ടായതിൻ്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ രണ്ടിനും ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാൻ പോവുക. മൂശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇസ്രായേൽ ജനത്തെ വിട്ടുകഴിഞ്ഞപ്പോൾ ഫറവോയ്ക്ക് സങ്കടമായി, വിടണ്ടായിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് വരാൻ പട്ടാളക്കാരെ വിട്ടു. പട്ടാളം പുറകെ വരുന്നത് മൂശയും ഇസ്രായേൽക്കാരും കണ്ടു. പക്ഷെ മുൻപിൽ ചെങ്കടൽ, പുറകിൽ പട്ടാളം. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അവരൊരു പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കർത്താവ് മൂശയോട് പറഞ്ഞ ഒരു വചനമുണ്ട്, ഓർമ്മയുണ്ടോ? കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുക. അടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, നീട്ടുക. മൂശ അത് വിശ്വസിച്ചു. മൂശ വടി നീട്ടി. അവിടെ ഒരു അത്ഭുതം നടന്നു. എന്താ? ചെങ്കടല് രണ്ടായി വിഭജിച്ചു. അവരക്കരെ കടന്നു. അവരക്കരെ കടന്നപ്പോൾ ചെങ്കടൽ വീണ്ടും ഒന്നിച്ചു ചേർന്നു. ഫറവോയുടെ പട്ടാളക്കാർ മുങ്ങി മരിച്ചു. നോക്കിക്കേ, യേശു പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിക്കണം. കടലിൻ്റെ നേരെ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു വടി നീട്ടിയാൽ കടൽ രണ്ടായി തിരിയുമെന്നാണ് ദൈവം പറഞ്ഞത്. വിശ്വസിക്കാൻ സാധിക്കുമോ? സാമാന്യ ബുദ്ധി വെച്ച് ചെയ്യാൻ തോന്നുമോ? നമ്മുടെ കോമൺ സെൻസ് നിരക്കുമോ? കടലിന് നേരെ വടി നീട്ടിയാൽ കടൽ വിഭജിക്കുന്നു. പക്ഷേ മൂശ അത് വിശ്വസിച്ചു. കാരണം എന്താ? ഇത് ദൈവം പറഞ്ഞതാ. ഇത് ദൈവം പറഞ്ഞതാ. അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്താൽ കാര്യം നടക്കും. മൂശ വടി നീട്ടി, കടൽ വിഭജിച്ചു. അവരക്കരയ്ക്ക് കടന്നു. വീണ്ടും അവർ മുന്നോട്ട് പോവുകയാണ്. 3 ദിവസം മരുഭൂമിയിൽ വെള്ളമില്ലാതെ അവർ അലഞ്ഞു. നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ, പള്ളി കുർബാനയ്ക്കിടയ്ക്ക് പോലും ഇരുന്ന് കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകളെ കാണാറില്ലേ? ബസ്സിലിരുന്ന് ട്രെയിനിലിരുന്ന് കുടിക്കുന്നവരെ കാണാനില്ലേ? എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് വെള്ളം കുടിക്കുന്നവരെ കാണാറില്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പൊരിഞ്ഞ മരുഭൂമിയിലെ അസാമാന്യമായ ചൂടത്ത് 3 ദിവസം വെള്ളം കിട്ടാതെ ദാഹിച്ച മനുഷ്യരുടെ ദാഹത്തിൻ്റെ അളവ് എത്രയായിരിക്കും? അങ്ങനെ ദാഹിച്ച് നടക്കുമ്പോഴാണ് അവരൊരു തടാകത്തിൽ കുറച്ച് വെള്ളം കണ്ടത്. ആർത്തിയോടുകൂടി അവർ ഓടിച്ചെന്ന് വെള്ളം കോരി വായിലൊഴിച്ചു. വായിലൊഴിച്ചതിനേക്കാൾ വേഗത്തിൽ ആ വെള്ളം അവർ തുപ്പിക്കളഞ്ഞു. കാരണം ആ വെള്ളത്തിന് അത്രമാത്രം കയ്പായിരുന്നു. നമ്മൾ ഓർക്കണം, 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലഞ്ഞവര് കിട്ടിയ വെള്ളം തുപ്പിക്കളയണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ കയ്പിൻ്റെ ആധിക്യം അത്ര വലുതാണ്. ജനങ്ങൾ ബഹളമുണ്ടാക്കി മൂശയുടെ അടുത്ത്. മൂശ നിസ്സഹായനായി. മൂശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഇതാ ആ തടാകത്തിൻ്റെ തീരത്ത് ഒരു ഉണങ്ങിയ തടിക്കഷ്ണം കിടപ്പുണ്ട്. നീ അതെടുത്ത് തടാകത്തിലെ വെള്ളത്തിലിടുക, വെള്ളത്തിൻ്റെ കയ്പ് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ചൊന്ന് നോക്കിക്കേ. വെള്ളം ഇപ്പോഴേ കുടിക്കാൻ കൊള്ളാത്തത്, അതിൻ്റെ അകത്തേക്ക് പഴകി ദ്രവിച്ച തടിക്കഷ്ണം കൂടി എടുത്തിട്ടാൽ വെള്ളം കുറച്ചുകൂടി അഴുക്കാകും, കുടിക്കാൻ കൊള്ളാത്തതാകും. ഇതല്ലേ സാമാന്യ ബുദ്ധി? ഇതല്ലേ ന്യായം നമ്മളോട് പറയുന്നത്? പക്ഷേ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പരിഹാരമാണ് ദൈവം പറയുന്നത്. ആ ഉണങ്ങിയ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിയുടെ കയ്പ് മാറും. കർത്താവ് പറഞ്ഞതല്ലേ ഇട്ടേക്കാം. മോശ എടുത്തിട്ടു, വെള്ളത്തിൻ്റെ കയ്പ് മാറി, അത് മധുരിച്ചു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു അത്ഭുതം നടന്നു, ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. വീണ്ടും അവർ മുന്നോട്ട് പോയപ്പോൾ കുടിക്കാൻ വെള്ളമേ ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. വീണ്ടും ഒച്ചപ്പാടും ബഹളവും. മൂശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മരുഭൂമിയിലുള്ള ആ പാറമേൽ അടിക്കുക, ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകും. പ്രിയപ്പെട്ടവരെ, 2 or 4 ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പോരാ, 4 ബക്കറ്റ് വെള്ളം കിട്ടിയാൽ പോരാ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽക്കാരുടെ എണ്ണം 6 ലക്ഷമാണ്. പുറജാതികളായ ആളുകൾ വേറെ, എണ്ണിയാ തീരാത്തത്ര കന്നുകാലികൾ. ഇവർക്കെല്ലാം കുടിക്കാൻ വെള്ളം വേണം. കർത്താവ് പറയുക, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറമേലടിച്ചാൽ വെള്ളം ഒഴുകും. വിശ്വസിക്കാൻ തോന്നുവോ? ചെയ്യാൻ തോന്നുവോ? സാമാന്യ ബുദ്ധിക്ക് നിരക്കുവോ? ഇല്ല. പക്ഷേ മൂശ പറഞ്ഞു, ഇത് ദൈവം പറഞ്ഞതാ, ഇത് ദൈവം പറഞ്ഞതാ, ഞാൻ ചെയ്യും. പക്ഷെ മൂശയോട് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, നീ പാറമേൽ അടിക്കാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ പാറപ്പുറത്തെത്തി നിനക്ക് അദൃശ്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. നിന്നോട് പാറമേൽ അടിക്കാൻ പറഞ്ഞത് ഞാനാ, നീ അടിച്ചാൽ വെള്ളമൊഴുക്കുമെന്ന് പറഞ്ഞത് ഞാനാ. അപ്പൊ പാറപ്പുറത്ത് പോയി അടിക്കുക എന്നുള്ള നിന്റെ പണി, നീ അടിച്ചു കഴിഞ്ഞാൽ വെള്ളമൊഴുക്കുക എന്നുള്ള എൻ്റെ പണി.
നീ നിന്റെ പണി ചെയ്താൽ എൻ്റെ പണി ഞാൻ ചെയ്യും. നിന്റെ പണി എന്താ? പാറമേൽ അടിക്കുക. എൻ്റെ പണി എന്താ? പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുക. മൂശ പോയി. മൂശയ്ക്ക് മുമ്പേ കർത്താവ് പാറപ്പുറത്തെത്തി. മൂശയ്ക്ക് അദൃശ്യനായി നിന്നു. മൂശയെ അടിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുകി. ഇക്കണ്ട ജനത്തിനെല്ലാം കുടിക്കാൻ മാത്രം അതിൽ കൂടുതൽ വെള്ളം ആ പാറമേൽ നിന്ന് ഒഴുകി. നോക്കൂ, അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുക. അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. ഇസ്രായേൽക്കാർക്ക് വാഗ്ദാന നാട്ടിലേക്ക് കയറണം. അവർ കയറിയത് ജെറിക്കോയിലൂടെയാണ്. ഇപ്പം ജെറിക്കോ പട്ടണം കീഴടക്കണം, യോർദ്ദാൻ നദി കടക്കണം. ഒരു വഴിയും കാണുന്നില്ല. യോശുവ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, വാഗ്ദാന പേടകവും കൊണ്ട് പുരോഹിതന്മാര് യോർദ്ദാൻ നദിയിലേക്ക് ഇറങ്ങുക. അവരുടെ കാൽപാദങ്ങൾ വെള്ളത്തിൽ മുട്ടുന്ന നിമിഷം യോർദ്ദാൻ നദി രണ്ടായി തിരിയും. നടുക്ക് വഴിയുണ്ടാകും. അതിലൂടെ അക്കരെ കടക്കുക. വിശ്വസിക്കാൻ തോന്നുമോ? ഈ 10 കൽപ്പനയും ഒക്കെ കഴിഞ്ഞ ആ പെട്ടി കൈപിടിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയാൽ, യോർദ്ദാൻ നദിയിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഒഴുക്ക് നിറയ്ക്കും, അത് രണ്ടായി തിരിയും. പക്ഷെ കർത്താവ് പറഞ്ഞ അതാ, നിങ്ങൾ അങ്ങനെ ചെയ്യും, യോർദ്ദാൻ രണ്ടായി പിരിയും. ചെയ്തപ്പോൾ യോർദ്ദാൻ രണ്ടായി തിരിഞ്ഞു. അവരക്കരെ കടന്നു. ജെറിക്കോ പട്ടണ മതിൽ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ സ്റ്റാൻഡിൻ്റെ അത്രയോ ഇതിനേക്കാളും ഒക്കെ വലിപ്പമുള്ള വലിയ കല്ലുകൾ അട്ടിയിട്ട് പണിത ഒരു വലിയ മതിൽക്കെട്ടാണ്. അതിനുള്ളിലെ ജെറിക്കോ പട്ടണം. ഇന്നത്തെ പോലത്തെയുള്ള ആയുധങ്ങളില്ല ഇടിച്ചു പൊളിക്കാൻ. ജനങ്ങളെ വിഷമിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു യോശുവയോട്, നിങ്ങൾ ജെറിക്കോ പട്ടണത്തിൻ്റെ മതിലിന് ചുറ്റും 7 ദിവസം വലം വെക്കുക. 7-ാം ദിവസം 7 തവണ വലം വയ്ക്കണം. 7-ാം ദിവസം 7-ാം തവണ വലം വെച്ച് കഴിയുമ്പോൾ പുരോഹിതന്മാർ കാഹളം മുഴക്കണം. കാഹളധ്വനി കേൾക്കുമ്പോൾ ജനങ്ങൾ കൂകണം, അട്ടഹസിക്കണം. അപ്പോൾ ജെറിക്കോ പട്ടണത്തിൻ്റെ മതിൽ വീഴും. ഇത്ര ബ്രഹ്മാണ്ട കല്ലുകളിട്ട് കെട്ടിപ്പൊക്കിയ മതില് താഴെ 10 മനുഷ്യന്മാർ നിന്ന കൂകിയ താഴെ വീഴുമെന്നാണ് കർത്താവ് പറയുന്നത്. വിശ്വസിക്കാൻ തോന്നുമോ? ചെയ്യാൻ തോന്നുമോ? പക്ഷെ ജോഷുവ വിശ്വസിച്ചു. ജോഷുവ പറഞ്ഞു, ഇത് കർത്താവ് പറഞ്ഞതാണ്. ജോഷുവ ഇത് നേതാക്കന്മാരോട് പറഞ്ഞു. അവർ വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഇത് കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെ അവർ വലം വെച്ചു. 7-ാം തവണ വലം വെച്ച് കഴിഞ്ഞപ്പോൾ പുരോഹിതരെ കാഹളം മുഴക്കി. ജനങ്ങൾ അട്ടഹസിച്ചു. ജെറിക്കോ പട്ടണത്തിലെ മതിൽ വീണു. ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അവൻ പറഞ്ഞത് ചെയ്തപ്പോഴാണ് മതിൽ വീണത്. അവർക്ക് ആ വാഗ്ദാന നാട് കൈയടക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ പഴയ നിയമത്തിലെ ഒരു നാമാൻ്റെ കഥ വായിക്കുന്നുണ്ട്. ഈജിപ്തിലെ രാജാവിൻ്റെ സൈന്യാധിപനാണ് നാമാൻ. പക്ഷേ കുഷ്ഠരോഗിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേലക്കാരത്തി ഒരു ഇസ്രായേൽക്കാരി യഹൂദ പെൺകുട്ടിയാണ്. ഈ നാമാൻ്റെ ഭാര്യ ഈ ഭർത്താവിൻ്റെ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട സർവ്വ സങ്കടങ്ങളും പറയുന്നത് വേലക്കാരിയായ ഈ പെൺകുട്ടിയോടാണ്. നിരന്തരം ഈ സങ്കടം പറഞ്ഞു കേട്ടപ്പോൾ ഈ വേലക്കാരത്തി ഒരിക്കൽ യജമാനത്തോട് പറഞ്ഞു, എൻ്റെ യജമാനൻ എൻ്റെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ അടുത്തെത്തിയെങ്കിൽ കുഷ്ഠരോഗം മാറിയാണ്. അതൊരു പുതിയ അറിവാണ്. ഏത്? എൻ്റെ യജമാനൻ എൻ്റെ രാജ്യത്തിലെ, അതായത് ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ അടുത്തെത്തിയെങ്കിൽ കുഷ്ഠരോഗം മാറിയാണ്. ആ സ്ത്രീക്ക് ഒരു പ്രത്യാശയായി. അവർ നാമാനോട് പറഞ്ഞു. നാമാൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു, ഒന്ന് അവിടം വരെ പോകാനൊരാഗ്രഹമുണ്ട്, എന്നെ ഒന്ന് പറഞ്ഞയക്കണം, എനിക്കൊരു കത്ത് തരണം. ഈജിപ്ത് രാജാവ് ഇസ്രായേൽ രാജാവിനൊരു കത്ത് കൊടുത്തു. ഈ കത്തുമായി വരുന്നതിൻ്റെ സൈന്യാധിപൻ നാമാനാണ്, കുഷ്ഠരോഗിയാണ്. അവൻ്റെ കുഷ്ഠരോഗം മാറാൻ അവനെ സഹായിക്കണം. ഈ കത്തുമായി നാമാൻ വലിയ പ്രതീക്ഷയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ രാജാവ് പൊട്ടിത്തെറിച്ചു. രാജാവ് ചോദിച്ചു, കുഷ്ഠരോഗം മാറ്റാൻ ഞാൻ എന്നാ ദൈവമാണോ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അയലോക്കത്തെ രാജാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കുഷ്ഠരോഗം മാറ്റുക. സ്വാഭാവികമായിട്ട് എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. എനിക്കത് മാറ്റാൻ പറ്റാതെ വരുമ്പോൾ അതും പറഞ്ഞ് എന്നോട് യുദ്ധത്തിന് വരാനുള്ള പുറപ്പാടാണിത്. അയലോക്കത്തെ രാജാവ് എന്നോട് യുദ്ധത്തിന് വരാൻ ഒരു കാരണമുണ്ടാക്കുക. പൊട്ടിത്തെറിച്ച് വസ്ത്രം കീറി. അപ്പോൾ ആ എലീശ പ്രവാചകൻ കടന്നു ചെല്ലുന്നത്. പ്രവാചകൻ ചോദിച്ചു, നിനക്കവനെ സുഖപ്പെടുത്താൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്യ്, അവനെ എൻ്റെ അടുത്തേക്ക് വിട്. കേട്ടപാടെ വിട്ടു. അവ വലിയ പ്രതീക്ഷയോടുകൂടി നാമാന് എലീശയുടെ അടുത്ത് ചെന്നു. എലീശ അടുത്ത് വരും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കും എന്നൊക്കെ വിചാരിച്ചത്.
പക്ഷെ പ്രവാചകൻ അടുത്തേക്ക് ചെന്നില്ല. പകരം ഒരു സന്ദേശം കൊടുത്തു. അവനോട് യോർദ്ദാൻ നദിയിൽ പോയി 7 തവണ മുങ്ങിക്കുളിക്ക് കുഷ്ഠരോഗം മാറുമെന്ന് ഞാൻ പറഞ്ഞെന്ന് അവനോട് പോയി പറ. ആരോട് പറഞ്ഞത്? എലീശ പ്രവാചകൻ ഭൃത്യന്മാർ വഴി നാമാനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നാമാന് സമാധാനമല്ല തോന്നുന്നത്, സന്തോഷമല്ല തോന്നുന്നത്, അരിശുവ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ നദി മുങ്ങിക്കുളിക്കാനാണെങ്കിൽ ഈ ഈജിപ്തിൽ നിന്ന് ഞാൻ കെട്ടിയെടുത്ത് ഈ ഇസ്രായേൽ വരെ വരേണ്ട കാര്യമുണ്ടോ? ഈ പീറ യോർദ്ദാൻ നദിയേക്കാൾ വലിയ നദികൾ, നൈൽ നദി പോലെയുള്ള നദികൾ എൻ്റെ രാജ്യത്തുണ്ട്. മുങ്ങിക്കുളിക്കാനാണ് ഞാൻ അവിടെ മുങ്ങിക്കുളിച്ചപ്പോൾ എന്തിനാ എന്നെ കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ ഒറ്റ ബഹളാണ്. ആര്? നാമാൻ. ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ചില മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരൊച്ച ബഹളമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ശാന്തമാകും, ഒന്ന് അടങ്ങും. നാമാന് വന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാർ എന്ന് പറഞ്ഞു, യജമാനനെ, നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല പറഞ്ഞത്. ഒരു പുഴയിൽ 7 തവണ മുങ്ങിപ്പൊങ്ങുക. നമ്മൾ പറയാറില്ല, പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന. നമുക്കൊന്ന് മുങ്ങി നോക്കാന്നേ. കുഷ്ഠരോഗം പോയാൽ പോട്ടെന്നേ, പോയില്ലെങ്കിലും സാരമൊന്നും ഇല്ലല്ലോ, നഷ്ടമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഉന്തിത്തള്ളി ഈ നാമാനെ അവർ യോർദ്ദാൻ നദിയിൽ ഇറക്കി. നിന്നിടത്ത് നിന്ന് ഈ മനുഷ്യൻ 7 തവണ മുങ്ങിപ്പൊങ്ങി. 7ാമത്തെ തവണ മുങ്ങിയിട്ട് പൊങ്ങുമ്പോൾ ശരീരത്തിൽ കുഷ്ഠരോഗം ഇല്ല, അത് സുഖപ്പെട്ടു. പ്രവാചകൻ വഴി ദൈവം പറഞ്ഞത് നാമാൻ അനുസരിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. ഇതാണ് ദൈവം പറയുന്നത്. വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മൾ സറേഫാത്തിലെ വിധവയുടെ കാര്യം കേൾക്കാറുണ്ട്. സറേഫാത്തിലെ വിധവ, ആഹാസ് എന്ന ആള് ഇസ്രായേൽ ഭരിക്കുന്നു, ദുഷ്ടനാണ്, ദൈവകൽപ്പനയെല്ലാം ലംഘിച്ചാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ആഹാസിൻ്റെ രാജ്യത്തെ ശിക്ഷിച്ചു. 3.5 വർഷത്തേക്ക് ക്ഷാമം, മഴയില്ല, മഞ്ഞില്ല. ഈ ശിക്ഷ പ്രഖ്യാപിക്കുവാനായിട്ട് ദൈവം പറഞ്ഞയച്ചത് ഏലിയാ പ്രവാചകനെയാണ്. ഏലിയാ ചെന്ന് പറഞ്ഞു, 3.5 വർഷത്തേക്ക് നിന്റെ രാജ്യത്തിൽ മഴയും മഞ്ഞും ഉണ്ടാവില്ല, വരൾച്ചയും പട്ടിണിയും ക്ഷാമവും ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, അവൻ നിന്നെ കൊല്ലും, നീ ഓടിപ്പോയി കെരീത്തരവിടെ തീരത്ത് ഒളിച്ചിരിക്കുക. കാക്ക ഭക്ഷണം കൊണ്ടുതരും, കെരീത്തരവിലെ വെള്ളം കുടിക്കാം. ഏലിയാ പോയി കെരീത്തരയുടെ തീരത്ത് കുറ്റക്കാട്ടിൽ ഒളിച്ചിരുന്നു. 1 ദിവസമല്ല, 2 ദിവസമല്ല, അനേക കാലത്തേക്ക് ഒളിച്ചിരിക്കാനാണ് പറഞ്ഞത്. ഈ മനുഷ്യൻ എങ്ങനെ സമയം കളയുമെന്ന് ആലോചിച്ച് നോക്കിയേ. പത്രമില്ല, മാസികയില്ല, റേഡിയോ ഇല്ല, ടെലിവിഷനില്ല, ഇൻ്റർനെറ്റില്ല, മൊബൈലില്ല, കൊന്തയില്ല, കുരിശിൻ്റെ വഴിയില്ല, ഒന്നുമില്ല. രാവിലെ വൈകിട്ട് ഒരു അപ്പം കിട്ടുമെന്നതിനാ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാം, ബാക്കി ഒന്നും ചെയ്യാനില്ല. ഇതൊരു കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടും ഈ മനുഷ്യൻ ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. അങ്ങനെ 6 മാസം പോയി വരൾച്ച രൂക്ഷമായി കെരീത്തരിവ് പറ്റി. കർത്താവ് കാക്കകളോട് പറഞ്ഞ് അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കണ്ട. അങ്ങനെ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. ഏലിയാ പ്രവാചകന്റെ പ്രതിസന്ധിയിലായി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ എഴുന്നേറ്റ് സറേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് പോവുക, നിനക്ക് ഭക്ഷണം തരാൻ ഞാനൊരു വിധവയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി അവിടെ ചെന്ന് വിധവയെ കണ്ടുപിടിച്ചു. വിധവ അവസാനത്തെ അപ്പം ഉണ്ടാക്കാനുള്ള ചുള്ളിക്കമ്പ് പെറുക്കുക. ഏലിയാ പറഞ്ഞു, എനിക്കൊരു അപ്പം ഉണ്ടാക്കിത്താ. സ്ത്രീ പറഞ്ഞു, പറ്റത്തില്ല, ഒരപ്പം ഉണ്ടാക്കാനുള്ള മാവ് വേണം, മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടൊരപ്പം ഉണ്ടാക്കി എൻ്റെ മകന് കൊടുത്തിട്ട് ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവാ. അപ്പോൾ നിനക്കപ്പം പോയി പണി നോക്ക്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ആദ്യം എനിക്കൊരപ്പം ഉണ്ടാക്കി തരികയാണെങ്കിൽ ക്ഷാമം തീരുന്നവരെ, അതായത് അടുത്ത 3 കൊല്ലത്തേക്ക് നിന്റെ കലത്തിലെ മാവ് വെണ്ണയും പറ്റില്ല. എവിടെ നിന്നോ വന്ന ഒരു താടിക്കാരാണ് ഈ പറയുന്നത്. ഒരപ്പം മാത്രം ഉണ്ടാക്കാനുള്ള മാവ് വെണ്ണയും കലത്തിലുള്ളപ്പോൾ അടുത്ത 3 വർഷത്തേക്ക് ക്ഷാമം നിലനിൽക്കും. ഒറ്റ ചോദ്യം, നിങ്ങളാണ് ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കുമോ? ഈ അവസാനത്തെ അപ്പം കൊടുക്കാൻ, കൊച്ചിന് കൊടുക്കാനുള്ള അപ്പം കൊടുക്കാനുള്ള മാവ് വെണ്ണയെടുത്ത് നിങ്ങളാണ് എവിടെ നിന്നോ വന്ന പരിചയമില്ലാത്ത താടിക്കാരന് ഈ അപ്പം ഉണ്ടാക്കി കൊടുക്കോ ഇല്ലയോ? വേഗം പറ. ഞാനാണ് കൊടുക്കൂല. കൊടുക്കുന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഏലിയാ ഇത് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിധവയ്ക്കൊരു ഉൾപ്രേരണ കൊടുത്തു, ഒരു പ്രചോദനം കൊടുത്തു. എന്താ? നീ അവനൊരപ്പം ഉണ്ടാക്കി കൊടുത്തേക്ക്.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കൊടുത്ത ആ നേർത്ത പ്രചോദനം ആ വിധവ തിരിച്ചറിഞ്ഞു. അവർ നേരെ പോയി ഒരു അപ്പമുണ്ടാക്കി ഏലിയായ്ക്ക് കൊടുക്കുക. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, ആ നാട്ടിലെ ക്ഷാമം തീരുന്നത് വരെ, എന്ന് വെച്ചാൽ അടുത്ത 3 കൊല്ലത്തേക്ക് അവളുടെ കലത്തിലെ മാവും എണ്ണയും തീർന്നില്ല. നാട് മുഴുവൻ പട്ടിണി കിടന്നപ്പോൾ അവളും മകനും ഭക്ഷണം കഴിച്ചു ജീവിച്ചു. ദൈവം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രചോദനം സ്വീകരിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ഗുണം. ഇനി സറേഫാത്തിലേക്ക് ഏലിയ പോകുന്നു. തിരിച്ചൊന്ന് ചിന്തിച്ച്, കെരീത്തരിവ് പറ്റുന്നില്ല. കാക്ക രാവിലെയും വൈകിട്ടും ഭക്ഷണം കൊണ്ട് തരുന്നു. കർത്താവ് പറയാ, നീ സറാഫാത്തിൽ പോകും. ഏലിയയ്ക്ക് പോകാൻ വലിയ മനസ്സൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഇവിടെ തീറ്റയും വെള്ളവും ഉണ്ട്, കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, അത്രയോ നടക്കണ്ട, ഇവിടെ എങ്ങനെ കുത്തിയിരുന്നേക്കാന്ന് വിചാരിക്കാം. പക്ഷെ ദൈവം ഈ ഏലിയായെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിച്ചു. ഈ കുറ്റിക്കാട്ടിൽ തനിച്ച് കുത്തിയിരിക്കുക, ഏകാന്തത അനുഭവിക്കുക എന്നതിന് പകരം ഒരു വീട്ടിൽ താമസിച്ച് മനുഷ്യര് വെച്ച് വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിച്ച് മിണ്ടിപ്പറഞ്ഞു പോകാൻ ദൈവം ആഗ്രഹിച്ചു. അതിനാണ് ഏലിയായോട് പറഞ്ഞത്, എവിടേക്ക് പോകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, കെരീത്തരിവ് വറ്റിച്ചില്ലെങ്കിൽ, കാക്കകൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് നിർത്തിയില്ലെങ്കിൽ, ഒരു പക്ഷേ കർത്താവ് പറഞ്ഞാലും ഏലിയ പോവത്തില്ല. നമ്മളിൽ ചിലർക്കെങ്കിലുമുള്ള അനുഭവമാണിത്. നമ്മളിൽ ചിലർക്കൊരു മാനസാന്തരം വേണമെങ്കിൽ, ഒരു മാറ്റം വേണമെങ്കിൽ, ഒന്ന് ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ, ഒന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുള്ള ചില കെറിയത്തെരിവുകളെ ദൈവം വറ്റിച്ച് കളയാതെ നമ്മൾ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചില മനുഷ്യർക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായാൽ മാത്രമേ അവർ ദൈവത്തെ വിളിക്കൂ, അവർ ദൈവത്തെ അന്വേഷിക്കൂ. പണ്ട് കാലത്തെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ തുടങ്ങിയ കാലത്ത് ഈ മുരിങ്ങൂരും ഡിവൈനിലുമൊക്കെ ധ്യാനിക്കാൻ പോയിരുന്ന അനേക മനുഷ്യർ, എല്ലാവരുമല്ല, കുറേ മനുഷ്യർ ധ്യാനിക്കാൻ പോയതിൻ്റെ ഏക കാരണം അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധിയില്ലെങ്കിൽ അവർ പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് വെച്ച് എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്, ദൈവം കൈവിട്ടെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ കുറെ കൂടി നല്ല ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം അത്തരം പ്രതിസന്ധി ഉണ്ടാവുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് സഹകരിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന അനുഭവം നമുക്കുണ്ടാകും. ഒന്ന് വലത് കരം ഉയർത്തിപ്പിടിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവായ യേശുവേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനസ്സ് തളരാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രതിസന്ധികളിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന പ്രചോദനത്തോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും വിജയം വരിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് അതനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്, ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്. ബൈബിളിൽ സംഭവിച്ചത് മാത്രം അല്ല ഉദാഹരണങ്ങൾ. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇത്തരം ഉദാഹരണങ്ങൾ നടക്കുന്നുണ്ട്. ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ശാലോം തന്നെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദൈവം പറഞ്ഞത് കേൾക്കുമ്പോൾ എങ്ങനെ ദൈവം ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശാലോം തന്നെ. നാട്ടിലുള്ള സർവ്വ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളും ന്യൂസ് പ്രിന്റിൽ അച്ചടിച്ചപ്പോൾ കർത്താവ് ബെന്നിസാറിനോട് പറഞ്ഞു, മനോഹരമായ പേപ്പറിൽ മൾട്ടി കളറിൽ നിങ്ങൾ എൻ്റെ വചനം അച്ചടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ശാലോം ടൈംസ് അച്ചടിക്കാൻ തുടങ്ങിയത്. എത്ര മനോഹരമായിട്ട് ദൈവം എന്നെ കൊണ്ടുപോകുന്നു. ടെലിവിഷനിൽ നിനക്കെൻ്റെ മുഖം കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു ബെന്നിസാറിനോട്.
സാറ് സങ്കടം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ മുന്നോട്ട് പോ, ബാക്കി ഞാൻ ഏറ്റു. അതിൻ്റെ ഫലമായി ഇന്ന് നമ്മൾ കാണുന്ന ശാലോം ടെലിവിഷൻ. സൺഡേ ശാലോമിൽ ഒരിക്കലും പരസ്യമില്ലാതെ പ്രസിദ്ധീകരിച്ചിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നു, ഏതാനും വർഷം മുമ്പ് ഒരു 3-4 ലക്കത്തിൽ പരസ്യങ്ങൾ കൊടുത്തു. അപ്പം കർത്താവ് സാറിനോട് ചോദിച്ചു, നീ ഇപ്പം പരസ്യം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, നിനക്ക് എന്നിലുള്ള വിശ്വാസം കുറഞ്ഞോ? അന്ന് സാറ് പരസ്യം കൊടുക്കുന്നത് നിർത്തി. പിന്നെ ഇന്ന് വരെ സൺഡേ ശാലോമിൽ നിങ്ങൾ പരസ്യം കാണൂല. ദൈവം പറഞ്ഞത് ചെയ്യുമ്പോൾ. ഞാൻ ദേവഗിരി കോളേജിൽ പ്രിൻസിപ്പളായിട്ട് എന്നെ നിയോഗിച്ചപ്പോൾ, പ്രിൻസിപ്പളായി ചുമതല എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ബെന്നിസാറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. സാറ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കുറേ സന്ദേശങ്ങൾ തന്നു. അതിലൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു: ഒടിക്കരുത്, വളയ്ക്കാവേ ഉള്ളൂ. എന്താണ്? ഒടിക്കരുത്, വളയ്ക്കാവുള്ളൂ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും പിടികിട്ടില്ല. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്താ ഉദ്ദേശിക്കുന്നത്? സാറ് പറഞ്ഞു, എനിക്കും അറിയത്തില്ല, ഞാൻ കേട്ട സന്ദേശം അങ്ങോട്ട് പറഞ്ഞതാ. സാറ് പറഞ്ഞു, നമുക്ക് എന്താ കർത്താവ് ഉദ്ദേശിച്ചത് പ്രാർത്ഥിച്ചു നോക്കാം. ഇപ്പം സാറ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അതിൻ്റെ വിശുദ്ധീകരണം തന്നു. അതെങ്ങനെയാണ്? നിങ്ങളുടെ ഭാവനയെ കാണുക. ഒരു പച്ച കമ്പ് പച്ച വടി നമ്മളെടുത്തിട്ട് അതിൻ്റെ 2 അറ്റത്തും പിടിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ വളച്ചാൽ എന്ത് സംഭവിക്കും? ഒടിയും. പതുക്കെ പിടിച്ചാലോ വളയും, അല്ലേ? പെട്ടെന്ന് പിടിച്ചാൽ ഒടിയും, പതുക്കെ പിടിച്ചാൽ വളയും. അപ്പം കർത്താവ് പറഞ്ഞു, ഇതുപോലെ നീ പ്രിൻസിപ്പളായി ചുമതലയേറ്റ് ഓടിച്ചാടി വലിയ പരിഷ്കാരങ്ങൾക്ക് പോയാൽ പൊട്ടിപ്പാളീസാകും. സർവ്വതിനെ എതിർക്കും, സ്റ്റാഫ് എതിർക്കും, പിള്ളേരെതിർക്കും, നീ കുത്തുവാളി എടുക്കും. പകരം നീ പതുക്കെ അവര് പോലും അറിയാതെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് വളയ്ക്കൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ദൈവിക സന്ദേശമായിരുന്നത് ഒടിക്കരുത്, വളയ്ക്കാവുള്ളൂ. നിങ്ങൾ ഓർത്തു, ഭർത്താവിനെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. ഭാര്യയെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. മക്കളെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. മാതാപിതാക്കളെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. സഹപ്രവർത്തകരെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. മേലധികാരികളെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. കീഴുള്ളവരെ ഒടിക്കാൻ പോകരുത്, വളയ്ക്കണം. അപ്പം വളയ്ക്കാൻ ശ്രമിക്കണം. ഒടിക്കാൻ ശ്രമിച്ചാൽ ഒടിയും, പരാജയപ്പെടും. ഞാൻ കർത്താവ് പറഞ്ഞ സന്ദേശമാണ്. അപ്പം നോക്കിയേ, ഈ കാലഘട്ടത്തിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പോകേണ്ട വഴി ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ വഴിക്ക് പോയാൽ അവിടെയും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഒരു ഹോസ്പിറ്റലിൻ്റെ ചുമതല വഹിച്ചു, എൻ്റെ ഡയറക്ടറായിട്ട്. കുറേ പ്രതിസന്ധികളൊക്കെ വന്നു. സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ, രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങൾ ഈ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു സന്ദേശം ഒരാൾക്ക് കിട്ടി. മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലണം. മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലണം. ഞങ്ങൾ വന്ന് രാവിലെ പ്രാർത്ഥനയുണ്ട് മൈക്കിൽ കൂടി. ആ കൂട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥനയെല്ലാം തുടങ്ങി. പ്രാർത്ഥന ചൊല്ലി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ലാത്ത പുകിലൊന്നുമില്ല. സർവത്ര പ്രശ്നങ്ങൾ കൂടി. കൂട്ടത്തിലുള്ള സ്റ്റാഫ് എന്നോട് പറഞ്ഞ, അച്ഛാ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയ പിന്നെ പ്രശ്നം കൂടുതൽ, ദയവായിട്ട് മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചെല്ലുന്നത് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു, ചെല്ലാൻ തുടങ്ങിയതിൻ്റെ ഗുണം കാണുന്നുണ്ടോ, അതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ തുടരാം. ഞങ്ങൾ ആ പ്രാർത്ഥന തുടർന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതോ ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങി. അപ്പോഴാണ് ഈ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതുപോലെ ദൈവം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നേരിട്ട്, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെ. അങ്ങനെ സംസാരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ വിശ്വസിച്ച് നടപ്പാക്കുന്നിടത്താണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഉറപ്പ് പറയട്ടെ, നിരവധി പേരുടെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല. ദൈവവിശ്വാസമുണ്ട്, പക്ഷെ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ വിശ്വാസമുണ്ട്, പക്ഷെ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പല പ്രതിസന്ധികളുടെയും കാരണം. നമ്മുടെ പല സഹനങ്ങളും എടുത്ത് നോക്കിക്കോ. നമ്മുടെ എല്ലാ സഹനങ്ങളും ദൈവം തരുന്നതല്ല.
ചില സഹനങ്ങൾ ദൈവം തരുന്നതാണ്. ചില സഹനങ്ങൾ മറ്റുള്ളവരെ കെട്ടിയേൽപ്പിക്കുന്നതാണ്. ചില സഹനങ്ങൾ നമ്മൾ തന്നെ നമുക്ക് വരുത്തി വയ്ക്കുന്നതാണ്. ഞാൻ ഉദാഹരണം പറയാം. നടന്നൊരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര മദ്യപാനിയാണ്. കല്യാണം കഴിച്ച് 6 മാസമായപ്പോഴത്തേക്ക് രോഗിയായി. ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കരള് മദ്യപാനം മൂലം ദ്രവിച്ച് തീർന്നു. ഡോക്ടർ പറഞ്ഞു കൂടിയാൽ 6 മാസം കൂടിയേ ജീവിക്കൂ, കൂടിയാൽ 6 മാസം കൂടി ജീവിക്കൂ. ആ മനുഷ്യൻ മരിച്ചു. അദ്ദേഹം രോഗിയായി അകാലത്തിൽ മരിക്കാൻ കാരണമാരാ? ദൈവമാണോ? മറ്റുള്ളവരാണോ? അല്ല, പ്രത്യേക സ്വയം വരുത്തി വെച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ 6 മാസത്തെ കുടുംബജീവിതത്തിന് ശേഷം വിധവയായത് ആ പാപം സ്ത്രീ ചെയ്ത തെറ്റുകൊണ്ടാണോ? ആണോ? പിന്നെ ആ സ്ത്രീയെ കല്യാണം കഴിച്ച മനുഷ്യൻ്റെ തെറ്റുകൊണ്ട്. ഇങ്ങനെയാ നമ്മുടെ പല സഹനങ്ങളും നമ്മുടെ തെറ്റുകൊണ്ടല്ല, ദൈവം വരുത്തി വെക്കുന്നതല്ല, മറ്റുള്ളവർ വരുത്തി വെക്കുന്ന. ചിലത് നമ്മൾ വരുത്തി വെക്കുന്നതാണ്. എന്തുമാകട്ടെ, മറ്റുള്ളവർ വരുത്തി വെക്കുന്നതോ നമ്മൾ വരുത്തി വെക്കുന്നതോ ദൈവം അനുവദിക്കുന്നതോ ആയ സഹനങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അവിടെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും, നമ്മുടെ പല പ്രശ്നങ്ങളും തീരും. ഞാൻ ഇതുപോലത്തെ പല വേദികളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എനിക്ക് തരാൻ ആഗ്രഹിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനാണ് ഞാനെന്ന്. ഇനി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയ നിർഭാഗ്യവാന്മാരാണ് നിങ്ങളും. ഇത് ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനെ പറ്റി പറഞ്ഞാലും ശരിയാ. എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റിയുമല്ല, സർവ്വ മനുഷ്യരെ പറ്റി. എന്ത്? ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയ നിർഭാഗ്യവാന്മാരാണ് അവർ. എന്തുകൊണ്ട്? എൻ്റെ വിശ്വാസക്കുറവ് കൊണ്ട്, എൻ്റെ വിശുദ്ധിയുടെ കുറവ് കൊണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട്, നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട്, നിങ്ങളുടെ വിശുദ്ധിയുടെ കുറവ് കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട്. അഥവാ തിരിച്ചു പറഞ്ഞാൽ, ഞാനും നിങ്ങളും കുറെ കൂടി വിശ്വസിക്കുകയും കുറെ കൂടി വിശുദ്ധിയിൽ ജീവിക്കുകയും കുറെ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു. അഥവാ ഇനിയെങ്കിലും സംഭവിക്കും. അതിലൂടെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ദൈവം പറയുന്നത് വിശ്വസിക്കാനും അനുസരിക്കുവാനും തയ്യാറാവുക. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും, നമ്മുടെ പല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാവും. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആളുകൾ വന്ന് പറയാറുണ്ട് പല പ്രശ്നങ്ങൾ. ചിലർ പറയും കല്യാണം നടക്കുന്നില്ല, ചിലർ പറയുന്നു മക്കളുണ്ടാകുന്നില്ല, ചിലർ പറയുന്നത് സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, ചിലർ പറയുന്നത് വീട്ടിൽ വഴക്കാണ്. ഇങ്ങനെ പല പ്രശ്നമൊക്കെ പറയും. ഇപ്പം ചിലരോട് ഞങ്ങൾ ചില പരിഹാരങ്ങൾ പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കല്യാണം നടക്കുന്നില്ല എന്ന് സങ്കടം പറയുന്നവരോട് ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങളെപ്പോലെ വിവാഹം നടക്കാതെ നിന്ന് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളെയും അവരെയും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദിവസം ഒരു ജപമാല ചൊല്ല്. ചെല്ലിയിലെ കടവൊന്നുമില്ല, ചില നോക്ക്. അത് അതേപടി വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ കല്യാണം വേഗത്തിൽ നടന്നിട്ടുമുണ്ട്. വേറെ ചില പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായി മക്കളുണ്ടാകുന്നില്ല, ചികിത്സിച്ച് മടുത്തു, വിഷമാണ്. ചിലപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് ഒന്നെങ്കിൽ സന്തോഷത്തിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ 1-ാമത്തെ രഹസ്യം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ 3-ാമത്തെ രഹസ്യം ചൊല്ല്, പ്രാർത്ഥിക്കാം. അവർ പലരും 1-2 വർഷം കഴിയുമ്പോൾ മക്കളെയായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അവൻ പറയുന്നത് കേൾക്കുന്നിടത്ത് അവൻ ഇടപെടും, അവൻ അത്ഭുതം ചെയ്യും. ദൈവം പറയുന്നത് കേൾക്കാത്തിടത്ത് എന്താ സംഭവിക്കുന്നത്? അവൻ പറയുന്നത് കേൾക്കാത്തിടത്ത് എന്താ സംഭവിക്കുന്നത്? അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ ഉദാഹരണം നമ്മുടെ ആദവും ഹവ്വായുമാണ്. വിലക്കപ്പെട്ട പഴം തിന്നരുതെന്ന് പറഞ്ഞു, അത് പറിച്ചു തിന്നു. ലോകത്തിൽ സഹനമുണ്ടായതന്ന്, മരണമുണ്ടായതന്ന്. അപ്പം അതിൻ്റെ ബാക്കിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. സോദോം ഗൊമോറ പാപം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു,
അനുസരിച്ചില്ല. അനുദപിക്കാൻ പറഞ്ഞു, അനുസരിച്ചില്ല. നശിപ്പിച്ച് കളഞ്ഞില്ലേ? നമ്മളൊന്ന് ഓർക്കണം, സോദോം ഗോമോറയെ പറ്റി പറയുമ്പോൾ, സോദോം ഗോമോറയിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സോദോം ഗോമോറ നശിപ്പിക്കില്ലായിരുന്നു എന്ന് കർത്താവ് വാക്കുകൊടുത്തു. ശരിയാണോ? അതെ. എന്നിട്ട് പിന്നെ എന്തിനാ ദൈവം സോദോം ഗോമോറയെ നശിപ്പിച്ചേ? 10 നീതിമാന്മാരുണ്ട്, നശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തേ ദൈവം സോദോം ഗോമോറയെ നശിപ്പിച്ചേ? വേഗം പറ. 10 നീതിമാന്മാർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി ചിന്തിച്ചേ, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ സോദോം ഗോമോറ നശിപ്പിക്കത്തില്ലായിരുന്നു. ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ 10 നീതിമാന്മാരെ പ്രതി സോദോം ഗോമോറ നശിപ്പിക്കാതിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം ആർക്കൊക്കെ കിട്ടിയാനെ? എല്ലാവർക്കും അല്ലേ? ദുഷ്ടന്മാർക്കും നല്ലവർക്കും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാത്തിനും കിട്ടിയാനെ. അപ്പോൾ ഒരു പ്രശ്നം, നമ്മളങ്ങനെ 10 പേര് നന്നായിട്ട് ജീവിച്ചിട്ട് ദുഷ്ടന്മാരതിൻ്റെ ഗുണം എടുക്കുക അല്ലേ? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പുണ്യം ചെയ്ത് തപസ്സം ചെയ്ത് പ്രായശ്ചിത്തം ജീവിക്കുക, ദുഷ്ടന്മാർക്ക് എന്നിട്ട് അതിൻ്റെ ഗുണം കിട്ടുക. ഒരു വിഷമം ഉണ്ടാക്കും അല്ലേ? എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ച്, 10 നീതിമാന്മാരില്ലാത്തതിൻ്റെ പേരിൽ സോദോം ഗോമോറ നശിപ്പിച്ചാൽ അതിൻ്റെ നാശം ദുഷ്ടന്മാർക്ക് മാത്രമേ ഉള്ളൂ? നന്നായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ നന്മയെ പ്രതി ദൈവ ലോകത്തോട് കരുണ കാണിച്ചാൽ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. നല്ലവർക്കും ചീത്തയാളുകൾക്കും കിട്ടും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും കിട്ടും. അതേസമയം മനുഷ്യൻ്റെ ദുഷ്ടതയെ പ്രതി ദൈവ ലോകത്തെ ശിക്ഷിച്ചാൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരു ദുഷ്ടന്മാരെ മാത്രമല്ല, നല്ലവരും കൂടിയാ. പക്ഷികളും മൃഗങ്ങളും ചെടികളും സർവ്വതും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ 10 നീതിമാന്മാർ വേണം, 10 നല്ലവർ വേണം, ദൈവകൽപ്പന പാലിക്കുന്നവരെ വേണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ വേണം. അപ്പോൾ ആ നല്ലവരെ പ്രതി ദൈവം ആ പ്രദേശത്തോട്, ആ കുടുംബത്തോട്, ആ നാടിനോട് കരുണ കാണിക്കും. അപ്പോൾ ഇതാണ് സോദോം ഗോമോറ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. യോനാ പ്രവാചകൻ, കർത്താവ് പറഞ്ഞു നിനിവേയിൽ പോയി അനുതാപം പ്രസംഗിക്കണം. യോനാ പോയില്ല, നേരെ താർസീസിലേക്ക് പോയി കപ്പലിൽ കയറി ഒളിച്ചോടി. കപ്പൽ അപകടത്തിൽപ്പെട്ടു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു, മത്സ്യം വന്ന് വിഴുങ്ങി 3 രാത്രി പകല് മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിച്ചു. യോനായുടെ സഹനം ഓർത്ത് നോക്കിക്കേ. എന്തുകൊണ്ടാണ് യോനാ സഹിക്കേണ്ടി വന്നത്? ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നുകൊണ്ട്. ഇസ്രായേൽക്കാരെ ജെറിക്കോ പട്ടണം പിടിച്ചടക്കി. യുദ്ധത്തിന് പോയപ്പോൾ കർത്താവ് പറഞ്ഞു അവിടെ നിന്ന് നിഷിദ്ധമായതൊന്നും എടുക്കരുത്. പക്ഷേ ആഖാൻ എന്ന ഒരു പട്ടാളക്കാരൻ അവിടെ നിന്ന് കുറച്ച് നിഷിദ്ധ വസ്തുക്കൾ എടുത്തു. കുറച്ച് തുണി, കുറച്ച് സ്വർണം, കുറച്ച് വെള്ളി. ഇത് വീട്ടിൽ കൊണ്ട് കുഴിച്ചു വെച്ചു. അടുത്ത യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ജോഷുവ കവിഴ്ന്ന് വീണ് കിടന്ന് ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ പറ്റിയ, എന്താ ഞങ്ങളെ ശിക്ഷിക്കുന്നത്, എന്താ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്? കർത്താവ് ചോദിച്ചു, നീ എന്തിനാ കവിഴ്ന്ന് കേട ഒച്ച ഉണ്ടാക്കുന്നത്? നീ തെറ്റ് ചെയ്തില്ലേ? നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ? അതുകൊണ്ട് തെറ്റിന് ആദ്യം പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആഖാൻ കട്ടെടുത്ത വീട് അറിഞ്ഞത്. ആഖാനെ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ ഒരു ജനം മുഴുവൻ അനുഭവിക്കുക, തെറ്റ് ചെയ്തവനും സമൂഹവും അനുഭവിക്കുക. കർത്താവ് ദാവീദിനോട് പറഞ്ഞു, ജനസംഖ്യ എടുക്കരുത്. നീ അഹങ്കാരം കൊണ്ട് ജനസംഖ്യ എടുക്കാൻ പോണത്, എടുക്കരുത്. പക്ഷേ അത് കൂട്ടാക്കാതെ ജനസംഖ്യ എടുത്തു. കർത്താവ് ഗാദ് എന്ന പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുക. 3 ശിക്ഷ നിന്റെ മുമ്പിൽ വെക്കും. 3 ശിക്ഷ. അതിലേതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുക്കണം, ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. ശിക്ഷ നമ്പർ 1, 3 വർഷത്തേക്ക് നിന്റെ രാജ്യത്തിൽ മഴയും മഞ്ഞും ഉണ്ടാവില്ല, വരൾച്ചയും പട്ടിണിയും ക്ഷാമവും ഉണ്ടാവും. ശിക്ഷ നമ്പർ 2, 3 മാസത്തേക്ക് നീ രാജപദവി ഉപേക്ഷിച്ച് വനവാസത്തിന് പോകണം. ശിക്ഷ നമ്പർ 3, 3 ദിവസത്തേക്ക് നിന്റെ രാജ്യത്തിലേക്ക് ഞാൻ പകർച്ചവ്യാധി അയക്കും. ഇതിലിഷ്ടമുള്ളത് എടുക്കാം, ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. ദാവീദ് ആലോചിച്ചു,
3 വർഷം ക്ഷാമമെന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല. വേറെ സാധ്യതകളുണ്ടല്ലോ, അതൊക്കെ വെട്ടി. രണ്ടാമത്തെ സാധ്യത എന്താ? 3 മാസത്തെ വനവാസം. അതാരെയാണ് ബാധിക്കുന്നത്? ആദ്യം ബാധിക്കുന്നത് ദാവീദിനെ തന്നെ. ദാവീദ് ചോദിച്ചു, ഞാനെന്തിനാ കഷ്ടപ്പെടുന്നത്? വേറെയും ശിക്ഷയുണ്ടല്ലോ, അതും വെട്ടി. മൂന്നാമത്തെ എന്താ? 3 ദിവസത്തെ പകർച്ചവ്യാധി. അത് 3 ദിവസം കൊണ്ട് തീരും. 2, മരിച്ചു പോകുന്നവരെ കൊണ്ട് കച്ചറ ഉണ്ടാവില്ല. അതുകൊണ്ട് ദാവീദ് തിരഞ്ഞെടുത്തത് പകർച്ചവ്യാധി. ദൈവം പകർച്ചവ്യാധി അയച്ചു. ആദ്യത്തെ ദിവസം 70,000 പേരാ മരിച്ചത്. 70,000 പേര്. അപ്പം ദാവീദിന് വിഷമായി. ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നീ അരവനായുടെ മെതിക്കളം വാങ്ങി ഒരു ബലി അർപ്പിക്കാൻ ശിക്ഷ പിൻവലിക്കാം. അങ്ങനെ അരവനായുടെ മെതിക്കളം വാങ്ങി ബലി അർപ്പിച്ചു. ദൈവം ശിക്ഷ പിൻവലിച്ചു. ഓക്കെ, ദാവീദിനോട് സെൻസസ് എടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് ഉണ്ടായ ഭവിഷ്യത്തുകൾ. 70,000 പേര് മരിച്ചു. ആ മരിച്ചവരുടെ കുടുംബങ്ങളുടെ സഹനം, ദാവീദ് അനുഭവിച്ച പ്രശ്നങ്ങൾ. ഇപ്പം ഇപ്പോഴും എങ്ങനെയാ? ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ തീരുന്നില്ല, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം പറയുന്നത് അനുസരിക്കാത്തിടത്ത് പ്രശ്നങ്ങൾ തീരുന്നില്ല, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തിരിച്ചു പറഞ്ഞാലോ, ദൈവം പറയുന്നത് അനുസരിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള പ്രശ്നങ്ങൾ തീരുന്നു. നമ്മളപ്പോൾ ഏത് വഴിക്കാണ് പോകണ്ടേ? ദൈവം പറയുന്ന വഴിക്ക് പോകണം. അവൻ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് വിശ്വസിക്കുക, ആ വഴിക്ക് പോവുക. അവിടെ അവൻ്റെ ഇടപെടലുണ്ടാകും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവം പറഞ്ഞത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോയിട്ടുണ്ടെന്ന് നമുക്ക് രാത്രി ആലോചിച്ച് നോക്കാം. ദൈവം പറഞ്ഞത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാതെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്കതിൽ സന്തോഷിക്കാം. അന്ന് ചില കഷ്ടപ്പെട്ടു, ചില ത്യാഗം അനുഭവിച്ചു, പക്ഷേ അത് അനുഗ്രഹമായിട്ട് മാറി. തിരിച്ച് നമുക്ക് ചിന്തിക്കാം, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പോയ ചില അവസരങ്ങളുണ്ട്, വിശ്വസിക്കാതെ പോയ ചില അവസരങ്ങളുമുണ്ട്. അതിൻ്റെ സങ്കടങ്ങളും ദുരന്തങ്ങളും വേദനകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ തീരാതെ കിടന്നു, ചില പ്രശ്നങ്ങൾ ഇപ്പോഴും തീരാതെ കിടക്കുന്നു, പല പുതിയ പ്രശ്നങ്ങളും ഉണ്ടായി. ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നന്ദി പറയുവാൻ വേണ്ടി, സ്തുതിക്കുവാൻ വേണ്ടി, പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കരങ്ങളെ നമുക്ക് തുറന്നു പിടിക്കാം. കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, കർത്താവ് എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആഴമേറിയ കയത്തിൽ വീണു പോകുമായിരുന്നു. കർത്താവിനെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ആഴമേറിയ കയത്തിൽ വീണു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയുമെങ്കിലൊക്കെ ഒരു നല്ല ജീവിതം ജീവിക്കുന്നത്, ഇത്രയുമെങ്കിലൊക്കെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നത് ദൈവം നമ്മളെ താങ്ങിയത് കൊണ്ട് കൂടിയാണ്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട് കൂടിയാണ്, ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തതുകൊണ്ട് കൂടിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് കൂടിയാണ്. നമ്മുടെ പരിശ്രമമുണ്ട്, പ്രാർത്ഥനയുണ്ട്,
ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറയാം. ഈ രാത്രിയിൽ നന്ദി പറയാം. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം അപ്പം വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്. അതിനു മുമ്പ് പിതാവിന് നന്ദി പറയുക ചെയ്തത്. സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞിട്ടാണ് അപ്പം ആശീർവദിച്ചത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ രാത്രി നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഈ രാത്രിയിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തന്ന കൃപയെ ഓർത്ത് നന്ദി പറയാം. ഇനിയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ട എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ശരീരത്തിൽ രോഗമുള്ളവരുണ്ട്, മനസ്സിൽ സൗഖ്യമാകാത്ത മുറിവുകളുള്ളവരുണ്ട്, ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തിക മേഖലകളോർത്ത് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. എവിടെയൊക്കെ എന്തുമാത്രം ദൈവകൃപ കിട്ടിയാലാ, എവിടെയൊക്കെ എന്തുമാത്രം ദൈവകൃപ കിട്ടിയാലാ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ആ ദൈവകൃപയ്ക്ക് വേണ്ടി രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരിക്കൽ കൂടി നമ്മുടെ മേൽ കരം ഉയർത്തണം. ഒരിക്കൽ കൂടി അവിടെ നമ്മുടെ മേൽ അത്ഭുതങ്ങൾ വർഷിക്കണം. പത്രോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ആ വട്ടവാചക പ്രാർത്ഥന പത്രോസ് ആവർത്തിച്ച ഉടനെ, ചൊല്ലിയ ഉടനെ അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവരെല്ലാം പരിശുദ്ധാത്മാവിട്ട് നിറഞ്ഞു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. ഈ രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ രക്ഷകനായ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം സംഭവിക്കണമെന്ന് നമുക്ക് രാത്രി പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ മേലിൽ നിന്ന് അവിടുത്തെ കരം ഉയർത്തണം. നമ്മുടെ കുടുംബത്തിന് മേൽ അവിടുത്തെ കരം ഉയർത്തണം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ അവിടുന്ന് തന്നെ കരം വയ്ക്കണം. അനേകരോട് കർത്താവായി യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശു ആരോടൊക്കെ അങ്ങനെ പറഞ്ഞുവോ അവർക്കെല്ലാം സൗഖ്യം കിട്ടി. അവർക്കെല്ലാം സൗഖ്യം കിട്ടി. ശതാധിപൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഇവിടെ വെച്ച് ഒരു വാക്കരളി ചെയ്താൽ മതി, വീട്ടിൽ കിടക്കുന്ന എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് കർത്താവ് വചനമയച്ച് ഭൃത്യനെ സുഖപ്പെടുത്തി. ശതാധിപൻ വീട്ടിലെത്തുമ്പോൾ സുഖപ്പെട്ട ഭൃത്യനെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ, ഭവനത്തെ, വസ്തുവകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് മുമ്പേ നിന്റെ വചനം എൻ്റെ വീട്ടിലേക്ക് അയക്കണം. എനിക്ക് മുമ്പേ നിന്റെ ആത്മാവിനെ എൻ്റെ വീട്ടിലേക്ക് അയക്കണം. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആത്മാവും നിന്റെ വചനവും എൻ്റെ കുടുംബാംഗങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിച്ച് അവിടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും ഒക്കെ വരുത്തണമെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ശതാധിപന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവ് ഇവിടെ ഇരുന്ന് നമ്മുടെ ഭവനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വിദൂരസ്ഥലായിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങൾക്ക് വേണ്ടി ഇനി കാത്തിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ആരംഭം മുതൽ അത്ഭുതങ്ങൾ തുടരുകയാണ്. യേശുവിൻ്റെ കാലം കൊണ്ട് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അപ്പോസ്തലന്മാരുടെ കാലം കൊണ്ട് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ അവിടെ നിന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ, ഒരടയാളം പ്രവർത്തിക്കണമേ, ഒരു സൗഖ്യം നൽകണമേ, ഒരു മനസാന്തരം നൽകണമേ. എൻ്റെ സാമ്പത്തിക മേഖലകളെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ എന്ന് ഈ രാത്രി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൃപകൾക്ക് വേണ്ടി കാത്തിരിക്കാം. നന്നായിട്ട് കൈയടിച്ച്
ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കരമുയർത്തിയടിക്കാം എല്ലാവരും. കുറച്ചുകൂടി ഒന്ന് ഉറക്ക കൈയടിക്കാവോ? ഒന്ന് വിശ്വാസത്തോടു കൂടി, ഒരു ഉറപ്പോടുകൂടി, ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്നുള്ള ഉത്കടമായ ആഗ്രഹത്തോടുകൂടി, തീക്ഷ്ണമായ പ്രാർത്ഥനയോടുകൂടി ഒന്നെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൈയടിക്കാം. കർത്താവേ, കടന്നു വരണമേ, ഒരത്ഭുതം ചെയ്യണമേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ, സൗഖ്യങ്ങൾ തരണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ രോഗശയ്യയിലേക്ക് യേശു കടന്നു വരുന്നു. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ കരമുയർത്തണമേ, സൗഖ്യദായമായ കരമുയർത്തണമേ, ശക്തിയുള്ള കരമുയർത്തണമേ. കെട്ടുകൾ അഴിച്ചു കളയണമേ എന്ന് പാട്ടു, ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ എന്ന് പാട്ടു, സൗഖ്യം നൽകണമേ എന്ന് പാട്ടു, വിടുതൽ നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരമായ നാസറായനായ യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കരങ്ങളെ ഉയർത്തപ്പെട്ട് സ്തുതിക്കാം, കരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായ കർത്താവിനെ സ്തുതിക്കാം, സ്വതന്ത്രമായി സ്തുതിച്ച് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളുയർത്ത് സ്തുതിച്ച്, കരങ്ങളുയർത്ത് സ്തുതിച്ച്, സ്വരമുയർത്ത് സ്തുതിച്ച്, കർത്താവെ കടന്നു വരണമേ, കർത്താവെ കടന്നു വരണമേ, സൗഖ്യമായി കടന്നു വരണമേ, രോഗശാന്തിയായി കടന്നു വരണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കടന്നു വരണമേ, കുഷ്ഠരോഗികളെ ബന്ധിക്കാനായി കടന്നു വരണമേ, കുടുംബത്തെ വിശുദ്ധീകരിക്കാനായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ.